ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം അഭിമാനമായ പ്രിയ താരം സാക്ഷാൽ മോഹൻലാലിൻ്റെ മകൾ സിനിമയിലേക്ക് അച്ഛൻ്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസിൻ്റെ അടുത്ത നിർമ്മാണത്തിൽ അടുത്ത പ്രൊജക്റ്റിൽ വിസ്മയ നായികയായി വെള്ളിത്തിരയിലെത്തുന്നു. ഈ വാർത്ത ഏതാണ്ട് 3-4 ദിവസമായി സോഷ്യൽ മീഡിയകളിലെല്ലാം ആഘോഷിക്കുകയാണ്. ഒരു സിനിമാ നടൻ്റെ മകൾ അല്ലെ മകൻ ആ ഫീൽഡിൽ തന്നെ വരിക എന്ന് പറയുന്നത് അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടറാവും, അഡ്വക്കേറ്റിൻ്റെ മക്കൾ അഡ്വക്കേറ്റ് ആവും. അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലാണ്ട് 75% അങ്ങനെ തന്നെയാണ് പിൻതലമുറക്കാരായ മക്കളുടെ ജീവിത ശൈലികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്വാഗതം ചെയ്യാം, നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാം, നമുക്ക് താല്പര്യമാണ്. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു 2-3 വർഷം മുന്നേ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനിപ്പുറം തന്നെ ഈ 3-4 വർഷത്തിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ അവർ എൻട്രി ആയിരുന്നെങ്കിൽ ഈ 2025 ആയപ്പോഴേക്കും അവർ ഇൻ്റർനാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ അറിയപ്പെടുന്ന ഒരു നായികയായി മാറിയേനെ. പിന്നെ നാടോടിക്കാറ്റ് സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ, ദാസനും വിജയനും പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെ സമയങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ വിസ്മയ സിനിമയിൽ ആയാലും 2-3 ഹിറ്റുകൾ കൊടുത്തിട്ട് അവിടെ കൊണ്ട് നിർത്തിപ്പോകാൻ സാധ്യതയേ ഉള്ളൂ. കാരണം കമ്പൽസറി ഈ ഫീൽഡിൽ തുടരാൻ ചാൻസ് ഇല്ല. അഭിനേത്രിയായിട്ട് തുടരാൻ സാധ്യതയില്ല. കാരണം എന്നാന്ന് ഇവർ വന്നതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി 2-3 ഹിറ്റുകൾ കിട്ടുമായിരിക്കും, അവർക്ക് കിട്ടും. അവർ നായികയായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് നിർമ്മാതാക്കളാകട്ടെ അല്ലെങ്കിൽ സംവിധായകരാകട്ടെ കഥാകൃത്തുകളാകട്ടെ ക്യൂ നിൽക്കും. അതിനകത്തൊരു സംശയം ആർക്കും വേണ്ട. പക്ഷേ അവർ ഈ ശ്രേഷ്ഠകാലം മുഴുവനും ഈ ഫീൽഡിൽ നിൽക്കാൻ അല്ലെങ്കിൽ നായികയായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന അല്ല സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഹാർഡ് വർക്ക് പിടിച്ചൊരു പണിയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമാ പണിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിലെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഡേറ്റോ അല്ലെങ്കിൽ ടൈമിങ്ങോ ഒന്നുമില്ല. നമ്മുടെ ഇവിടെ ഈ രാജ്യത്ത് കൂലിപ്പണിക്കാരന് വരെ കൃത്യമായ സമയമുണ്ട്. എത്ര മണിക്കാണ് അവൻ ജോലിക്ക് വരിക, എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുക, എത്ര മണിക്കാണ് അവൻ പണി നിർത്തി പോവുക എന്നതിന് കൃത്യമായ ടൈമിങ് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതില്ല ഒരു തരത്തിലും. ഒന്നാമത്തെ കാര്യം സമയം, കൃത്യനിഷ്ഠത. സമയം ഇവർക്ക് ജോലി ചെയ്യുന്നതിന് കൃത്യസമയം 10 മണിക്കൂറെന്നോ 12 മണിക്കൂറെന്നോ എന്നൊന്നുമില്ല. ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഷെഡ്യൂള്, ഒരു ഏരിയയിലെ ഷെഡ്യൂള് ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്ന് അവർ പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ അത്രയും ദിവസം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം 15-20 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. എങ്കിലേ ഉള്ളൂ നിശ്ചിത സമയം കൊണ്ട് ഒരു ഏരിയയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കി മാറാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കൃത്യം 8 മണിക്കൂർ ജോലിയോ 10 മണിക്കൂർ ജോലിയായിട്ടൊന്നും സിനിമാ മേഖലയിൽ നിൽക്കാൻ ഒക്കുകയല്ല. അത് ആരാന്ന് പറഞ്ഞാലും. അതിന് പണ്ട് ലാലേട്ടൻ തന്നെ ഒരു സിനിമ രാജശില്പി എന്ന സിനിമയുടെ ഷൂട്ട് കുംഭകോണത്ത് നടക്കുന്നു. അവർ സ്റ്റേ ചെയ്തിരിക്കുന്ന തഞ്ചാവൂരിൽ. ആ ഹോട്ടലിൽ തന്നെ ഞാനും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ലാലേട്ടൻ വരുന്ന നാട്ടപ്പാര 11 മണിക്കും 12 മണിക്കൊക്കെയാണ്. ആ വരുന്ന വ്യക്തി പുലർച്ചെ 5 മണിക്ക് മുമ്പ് തന്നെ സ്ഥലം വിടുകയും ചെയ്യും. ഓണത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും കലാകാരന്മാർ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൃത്യമായിട്ട് വീട്ടിൽ വരാൻ സാധിക്കുകയില്ല. ഒരിക്കലും അവർക്ക് വരാൻ സാധിക്കുകയില്ല. അവർ ചിലപ്പോൾ എവിടെയാണ് അവരുടെ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും അവർ ഓണം ആഘോഷിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഡേറ്റ്, ഒരു ഏരിയയിൽ ഷൂട്ടിന് വേണ്ടി ഡേറ്റ് സെറ്റ് ചെയ്ത് മേടിക്കുന്നത്. ആ സമയത്ത് തന്നെ ആ പണി ചെയ്ത് തീരണം. ഒരു അത്രത്തോളം ഒരു ഹാർഡ് വർക്ക് പിടിച്ച ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഈ സ്വർണ്ണക്കണ്ടിയായിട്ട് ജനിച്ച കുട്ടികൾ വന്ന് എന്താ പറയുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വന്ന് അവരുടെ കഴിവ് കൊണ്ട്, അവർക്ക് ജന്മനെ കഴിവുണ്ടാവും. കാരണം കുഞ്ഞുനാൾ മുതൽ അവരുടെ പേരൻസുകൾ അഭിനയിച്ച് കണ്ടതാണ്. അവർക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ അഭിനയത്തിൻ്റെ സിദ്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മുടെ പേരൻസുകൾ അഭിനയിക്കുന്നു, നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ അഭിനയം കാണുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിനയം സ്ക്രീനിൽ കാണുന്നു എന്നതുപോലെ അല്ല ഓൺ ദ സ്പോട്ടിലെ ആക്ടിങ് എന്ന് പറയുന്നത്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ നിങ്ങളെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായിട്ടും സിനിമ വരട്ടെ. നമുക്കതിനകത്ത് കുട്ടിയെ നമുക്ക് വളരെ താല്പര്യമാണ്. ലാലേട്ടൻ്റെ മക്കൾ 2 പേരോടും നമുക്ക് ഇവിടെ ലോകത്തുടനീളമുള്ള മലയാളികൾക്ക് ഇഷ്ടം തന്നെയാണ്. അവർക്ക് ആർക്കും ഇഷ്ടക്കുറവോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, കൂടുതലൊന്നും ചിന്തിച്ചാൽ മതി. ഏറ്റവും ഒരു പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് കണ്ണിനെ ഇമ കാക്കുന്ന പോലെ ഒരു പ്രൊട്ടക്റ്റ് വേറെ എങ്ങുമില്ല. എന്നാൽ പോലും അത്രയ്ക്കും സെക്യൂരിറ്റി ഇമ കൊടുക്കുന്നിടത്തോളം സെക്യൂരിറ്റി വേറെ ഒന്നിനും ഒരിടത്തും ആർക്കും മനുഷ്യന് കൊടുക്കാൻ പറ്റുകയില്ല. എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിൽ ആ കണ്ണിൻ്റെ ഇമയെ വെട്ടിച്ചിട്ട് ചില കരടുകൾ നമ്മുടെ കണ്ണി വന്ന് പതിക്കാറുണ്ട്, ഇല്ലേ എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമാ ഫീൽഡിലൊക്കെ ഈ വരുന്ന ലേഡികളുടെ പിന്നാമ്പുറം അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എന്ന് പറയുന്നത്.
അതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെയൊക്കെ നമ്മൾ കുറേയൊക്കെ കേട്ടതാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ അങ്ങോട്ടൊന്നും ദീർഘമായിട്ട് കടക്കുന്നില്ല. തീർച്ചയായിട്ടും വിസ്മയെ സിനിമ ലോകത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ദീപം FIS ചാനൽ. നമ്മുടെ ഈ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.